ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഈ തിരക്ക് പിടിച്ച് റെഡിയാവുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്നൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അത് നിലമ്പൂർ വെച്ചിട്ടാണ്. പെൺകുട്ടിയുടെ വീട് വരുന്നത് നിലമ്പൂരിലാണ്. എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടി റെഡിയാവാണ് ഞാനും രാജേഷനും. അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണമായിരുന്നു, കാരണം നിലമ്പൂർ ഭാഗം ആയതുകൊണ്ട് നമുക്ക് അവിടുന്ന് ഏകദേശം ഒരു 3.5 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് 12:00 ഉള്ളിൽ എത്തണം. റിംഗ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള മുഹൂർത്തം തന്നിരുന്നത് 12:30 അപ്പോൾ 8:30 ഇറങ്ങണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ റെഡി വന്ന സമയത്ത് 9 മണിക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മേനൊക്കെ എടുത്തിട്ട് നേരെ മാമയുടെ വീട്ടിൽ പോയി. മാമ വീടെന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ വീടും കൂടെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ എത്തിയ സമയത്ത് സെക്കൻഡും എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയല്ലോ എന്ന് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ആൾക്കാരെല്ലാവരും എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനും അമ്മയും രാജേഷനും അച്ഛനും പിന്നെ എൻ്റെ ഒരു വലിയച്ഛനും നമ്മളുടെ കാറിലുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരു 3.5 മണിക്കൂറോളം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴി എത്താറായ സമയത്ത് നമ്മളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. എല്ലാവരും ഭയങ്കര ടയർഡായിട്ടോ. ഞങ്ങൾ ഇത്ര ദൂരത്തേക്കൊന്നും ഞങ്ങളെ അങ്ങനെ ഫങ്ഷൻസ് ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായൊരു ക്ഷീണവും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ എത്തിയത് 12:25 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടുന്ന് ചടങ്ങുകൾ കാര്യങ്ങളെല്ലാം തീർക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അവൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും അതേപോലെ സ്വീറ്റ് പോസും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തു. പിന്നെ അവിടെ ചടങ്ങുകൾ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും, പിന്നെ ഫോട്ടോസ് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള മുതിർന്ന ആൾക്കാരെല്ലാവരും കൂടെ ഇരുന്നിട്ട് കല്യാണത്തിന് ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വേഗം തന്നെ ഇറങ്ങി കേട്ടോ. കാരണം ഇത്രയും ദൂരം റിട്ടേൺ ട്രാവൽ ചെയ്യേണ്ടതല്ലേ എന്ന് ആലോചിച്ചിട്ട് വല്ലാതെ വൈകിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും ഇറങ്ങി. എല്ലാവരും നമ്മൾ യാത്ര പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ വണ്ടിയിലൊക്കെ കയറി കുറച്ച് നേരമൊക്കെ ഉറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടോ. അത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ബൈ.